ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സുബേദാർ എന്ന ഹിന്ദി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർ ആയതാണ് നമ്മുടെ ഹീറോ. അങ്ങനെ തന്റെ റിട്ടയർമെന്റ് ജീവിതം സ്വന്തം മകളോടൊപ്പം സമാധാനമായി ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന നാട്ടിൽ വളരെ ക്രൂരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഏകദേശം 10-12 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അങ്ങനെ മരിച്ചവരെല്ലാവരും കുളിക്കാൻ പോയവരാണത്രേ. അതിനുശേഷം അവിടെ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ ഹീറോ റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പ്രശ്നമാണ് വരുന്നത് എന്നതെല്ലാം ഓരോ നിമിഷവും ഉദ്വേഗത്തോടെ ഒരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണിത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. നോർത്ത് ഇന്ത്യയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഒരു പുഴയിൽ 2 ചെറിയ കുട്ടികളിരുന്ന് അങ്ങനെ ആകാശത്തേക്ക് നോക്കി അവിടെയുള്ള എയ്റോപ്ലെയിൻ കണ്ടുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എയ്റോപ്ലെയിനിലുള്ളവരൊക്കെ എങ്ങനെയാണ് കക്കൂസി പോവുക? അങ്ങനെ അവർ കക്കൂസി പോയാൽ അത് ആരുടെ മുകളിലാണ് വീഴുക എന്നൊരു പയ്യൻ ചോദിക്കുമ്പോൾ അത് നമ്മുടെ മുകളിൽ തന്നെയാണ് വീഴുക, നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ശരി വാ പുഴയിലേക്ക് പോവാം, പോയി കുളിക്കാം എന്ന് പറഞ്ഞ് ആ 2 കുട്ടികളും പുഴയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഇപ്പോൾ ആ പുഴയുടെ അടുത്തുള്ള സ്ഥലമൊക്കെ കാണിക്കുമ്പോൾ അവിടെ പുഴയിൽ നിന്നും മണലെടുക്കാൻ ഒരുപാട് JCBകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ തോന്നിയ പോലെ മണലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് ഇവർ ഈ കുളിക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. ആദ്യം ആ വലിയ പയ്യൻ ഇറങ്ങി, പിന്നാലെയുള്ള ആ ചെറിയ പയ്യൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല. പുഴയിൽ തന്നെ അവൻ താഴ്ന്നുപോയി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ കുട്ടിയുടെ അമ്മയും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാവരും ആ പുഴയെ ലക്ഷ്യമാക്കി ഓടി വരുന്നു. ഇപ്പോൾ പുഴയിൽ നിന്നും ആ കുട്ടിയുടെ ശവം എടുക്കുകയാണ്. ആ കുട്ടിയുടെ ശരീരം കാണാൻ തന്നെ എന്തോ പ്രേതം പിടിച്ച പോലെ വളരെ ക്രൂരമായിട്ടുണ്ടായിരുന്നു. അതെ, ഒരു ശവമായിട്ടാണ് അവനെ പുറത്തെടുക്കുന്നത്. അമ്മ അവിടെ കിടന്ന് നിലവിളിച്ച് കരയാണ്. എന്താടാ സംഭവിച്ചത്, എന്താ എൻ്റെ മോൻ്റെ ശരീരം ഇങ്ങനെ മാറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുളിക്കാൻ പോയതാണ് അമ്മായി, എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആ പുഴയ്ക്ക് ചുറ്റുമുള്ള നാട്ടുകാരും ഈ പുഴയിൽ പ്രേതമുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ 1 മാസത്തിൽ മാത്രം ഇതുപോലെ 12 പേരാണ് മരിച്ചത് എന്നൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ ആ നാട്ടുകാരനായ കൃഷ്ണ എന്നൊരാളും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് ആ പുഴയിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അതേസമയം തന്നെ ആ പുഴയിൽ മണലെടുക്കുന്ന ഒരു ഗുണ്ടയും ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഉടനടി ഈ വിവരം സാബ്ജി പറയുന്ന അവിടെയുള്ള ഒരു കണക്കപ്പിള്ളയോട് ചെന്ന് പറയുന്നുണ്ട്. ആ കണക്കപ്പിള്ളയും എടാ ഇന്ന് തന്നെ ആ പുഴയിലെ മണലെല്ലാം എടുത്ത് നമ്മൾ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കണം. പോകുന്ന പോക്ക് കണ്ടിട്ട് നാട്ടുകാർ ഈ ശവവും വെച്ച് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയാൽ മീഡിയയും പോലീസുകാരും ഒക്കെ വരും. നമുക്ക് പുഴയിൽ നിന്ന് മണലെടുക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും കുറച്ചു നേരത്തിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ബബ്ലി അക്കയോട് നമ്മൾ സമാധാനം പറയാൻ പറ്റില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ആ നാട്ടുകാർ ആ ശവം എടുത്തുകൊണ്ട് വന്ന് ഈ ലോറി പോകുന്ന വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങുന്നു. ഈ പുഴയിൽ ഇവർ മണലെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്ന രീതിയിലാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത്. ഇത് കാണുന്ന ആ കണക്കപ്പിള്ള ഈ വിവരം ഉടനടി പ്രിൻസ് എന്ന് പറയുന്ന ഒരാളോട് പറയുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ആ പ്രിൻസിനെയാണ് കാണിക്കുന്നത്. നേരത്തെ ബബ്ലി അക്ക എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ അനിയനാണ് ഈ പ്രിൻസ്. വളരെ ക്രൂരനാണ് അവൻ. അവൻ്റേതായിട്ടുള്ള പല ഗുണ്ടകളെയും വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തീം പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിനെ സംബന്ധിച്ച് അവൻ വെക്കുന്നതാണ് നിയമം. അത് ആര് ലംഘിച്ചാലും അവൻ്റെ ഗുണ്ടകൾ ലംഘിച്ചാൽ പോലും അവരെ അവൻ കൊന്നുകളയും. പ്രിൻസിന്റെ കയ്യിൽ എപ്പോഴും ഒരു തോക്കുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കണക്കപ്പിള്ള ഈ പ്രിൻസിന്റെ അടുത്ത് വന്നിട്ട് നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, അവിടെ പുഴയിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിന്നോട് പോയി സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ പ്രിൻസിന്റെ മുഖവും മാറുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ പുഴയുടെ അരികെ കാണിക്കുന്നു. അവിടെ ആ നാട്ടുകാരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും കൃഷ്ണയും അവിടെ ശവമായി കിടക്കുന്ന ആ കുട്ടിയുടെ അമ്മയും എല്ലാവരും അവിടെ ഒരു ലോക്കൽ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഒരുപാട് ആറ്റുമണൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം പുഴയ്ക്ക് നടുവിൽ ഒരുപാട് കുഴികൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ആ പുഴയിൽ കുളിക്കാൻ പോകുന്നവർ ആ കുഴിയിൽപ്പെട്ട് ഇതുപോലെ ആയി പോവുകയാണ്. ഈ ചെറിയ കുട്ടി പോലും ആ കുഴിയിലാണ് പോയി പെട്ടത്. ഇതിനെല്ലാത്തിനും കാരണം അവരുണ്ടല്ലോ, ഈ പ്രിൻസും അവരുടെ അക്ക ബബ്ലിയും ഇവർ തന്നെയാണ്. ഇവരോട് ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല, പോലീസ് പോലും ഇവരെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഈ കണക്കപ്പിള്ളയും അതിനുശേഷം ഈ പ്രിൻസും എല്ലാവരും വരികയാണ്. എന്താ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആ കണക്കപ്പിള്ളയും പ്രിൻസും വന്ന് തടയുമ്പോൾ കൃഷ്ണ എന്താ തടയുന്നത്, ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ കൊന്നിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഈ ലോറിക്ക് മുന്നിൽ ചാടി ഞാൻ ജീവൻ കളയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുമ്പോൾ ആ പ്രിൻസ് ഉണ്ടല്ലോ വില്ലൻ, അവൻ ആ സ്ഥലത്തേക്ക് വന്ന് എന്താണ് വെറുതെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധിക്കുന്ന ആ കൃഷ്ണയെ തോക്ക് വെച്ച് ഒരൊറ്റ വെടിവെക്കുന്നു. അതിനുശേഷം അവിടെ ആ കുട്ടിയുടെ ശവം ഉണ്ടല്ലോ അതെടുത്തുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ ആ കുട്ടിയുടെ അമ്മയെയും അവിടെ നിന്നും വലിച്ചഴിച്ചുകൊണ്ട് പോയി അവരുടെ സ്ഥലത്ത് പൂട്ടിയിടുന്നു. ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതേ നാട്ടിലേക്ക് നമ്മുടെ സുബേദാർ വരുന്നതായി കാണിക്കുന്നുണ്ട്. നമ്മുടെ സുബേദാർ ആർമിയിലായിരുന്ന ഒരാളാണ്.
ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം തന്റെ മകളോടൊപ്പം ആ റിട്ടയർമെന്റ് ജീവിതം ജീവിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ സുബേദാറിന്റെ മകൾക്ക് അവളുടെ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ പോലും ഹീറോയ്ക്ക് അദ്ദേഹത്തിന്റെ മകൾ ഒരു കാറ് ഗിഫ്റ്റായി കൊടുക്കുന്നു. അമ്മ ജീവിച്ചിരുന്ന സമയത്ത് കുറച്ചായി കാശ് കൂട്ടിവെച്ച് നിങ്ങൾക്ക് ഈ കാറ് വാങ്ങിയിരുന്നു. നിങ്ങൾ റിട്ടയർ ആയി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. എന്ത് ചെയ്യാൻ, ഇതൊക്കെ കാണാൻ അമ്മ ഇപ്പം ഇല്ലല്ലോ. അമ്മ പോയതും നിങ്ങളെ കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഒരു ദേഷ്യത്തോടെയാണ് ഹീറോയുടെ മകൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹീറോയെ സംബന്ധിച്ച് ആർമിയിലായിരുന്ന ആളായതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കരമായി ഫോളോ ചെയ്യും. ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. അദ്ദേഹം ആ നാട്ടിലെ സിഗ്നലിൽ പോലും വണ്ടി നിർത്തും. എന്നാൽ അവിടെ ആരും സിഗ്നൽ വകവെക്കാറില്ല. ഇപ്പൊ മകളെയും അവളുടെ കോളേജിൽ കൊണ്ടുപോയി വിടുമ്പോൾ ഒന്നും വേണ്ട, ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അമ്മയില്ല, ശരി നിങ്ങൾ തനിച്ച് ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ അടുത്തുള്ള ഒരു ബാങ്കിലേക്ക് വരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് അവരുടെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് ഇട്ട് വെച്ചിരുന്നു. ആ എമൗണ്ട് വാങ്ങാനാണ് നമ്മുടെ ഹീറോ ആ ബാങ്കിലേക്ക് വരുന്നത്. എന്നാൽ ആ ബാങ്കിലുള്ള ഒരു മാനേജർ വളരെ ദേഷ്യത്തോടെയാണ് ഹീറോയോട് സംസാരിക്കുന്നത്. ഹീറോയുടെ കയ്യിൽ ഒരു ഫോം കൊടുത്തിട്ട് ഇത് ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോവാ, ഇപ്പോൾ എനിക്കിതൊന്നും നോക്കാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നാളെ കൊണ്ടുപോവാ നോക്കാം, ഇതിൽ നിന്റെ ഭാര്യയുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും അയക്കുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു സുഹൃത്തുള്ളതായി കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രഭാകർ എന്നാണ്. അദ്ദേഹവും റിട്ടയർഡ് ആർമിയാണ്. അദ്ദേഹവും നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് നീ ആർമിയിലായിരുന്നപ്പോഴാണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ നിന്റെ മകളെ നോക്കേണ്ട കടമ നിനക്കുണ്ട്, അതുകൊണ്ട് ഈ ദേഷ്യമൊക്കെ വിട്ടിട്ട് ക്ഷമയോടെ ഇരിക്കുക. എനിക്കറിയാവുന്ന ഈ നാട്ടിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവന് പൊളിറ്റിക്കലായി ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് അവനൊരു ബോഡി ഗാർഡായിട്ടുള്ള ഒരു ജോലിയുണ്ട്. അവിടെ ജോലി ചെയ്താൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. കുറച്ച് ക്ഷമ കാണിച്ചാൽ മാത്രം മതി, ഞാൻ നിന്നെ അവിടെ ശുപാർശ ചെയ്യാം, നീ അവിടെ പോയി ജോലി നോക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ നേരെ ആ പ്രിൻസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവിടെ ഈ കണക്കപ്പിള്ള ഉണ്ടല്ലോ, അദ്ദേഹമാണ് നമ്മുടെ ഹീറോയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഹീറോയുടെ സുഹൃത്തും ഇദ്ദേഹം ആർമിയിലായിരുന്നതാണ്, ആർമിയിൽ ക്യാപ്റ്റനായി തന്നെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ പോസ്റ്റിലായിരുന്നത് കാരണം നിങ്ങൾക്ക് നല്ലൊരു ബോഡി ഗാർഡായിട്ട് ഇദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയും എന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആ കണക്കപ്പിള്ളയും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കണക്കപ്പിള്ള എന്തൊക്കെ പ്രിൻസിന്റെ കൂടെ ആണെങ്കിലും വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹവും നമ്മുടെ ഹീറോയെ ബോഡി ഗാർഡായി എടുക്കാം എന്നവിടെ പറയാണ്. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ സ്ഥലത്തേക്ക് ഈ പ്രിൻസ് വരികയാണ്. വന്ന ഉടനെ ഇവർ പ്രതിഷേധിച്ച ആ നാട്ടുകാരി അമ്മയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ, അവരെ നമ്മുടെ ഹീറോയുടെ കൺമുന്നിൽ തന്നെ ഇട്ട് പൊതിരെ തല്ലുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ട് കേബിൾ ടിവിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ? ഇപ്പോഴാണ് ആ ഇന്റർവ്യൂ വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയത്. ഇവിടെ ഇപ്പൊ സംസാരിക്കുക നോക്കട്ടെ, നിനക്ക് മീഡിയയുടെ മുന്നിൽ സംസാരിക്കാനാണോ ആഗ്രഹം, അതോ മണ്ണിനടിയിലേക്ക് പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് ആ ലേഡിയായിട്ട് ഉപദ്രവിക്കുമ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും ആ ലേഡിയെ രക്ഷിക്കണം എന്ന് തോന്നുന്നു. എന്നാൽ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം, ഇവനെ കണ്ടാൽ വളരെ മോശപ്പെട്ട ഒരു പയ്യനെ പോലെ ഉണ്ട്, അതും ചെറിയ പയ്യനുമാണ് എന്നൊക്കെ കരുതി ആ ദേഷ്യം അടക്കി വെക്കാണ്. ഇപ്പോൾ ഹീറോയുടെ അടുത്തും ഈ പ്രിൻസ് വരുന്നുണ്ട്. പുറത്തൊരു റെഡ് കളറിൽ ജീപ്പ് കിടക്കുന്നുണ്ട്. അത് ആരുടേതാണ്? എന്റേതാണ് സാർ. നിങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ എന്റെ ബർത്ത്ഡേ നമ്പർ ആണുള്ളത്, ഈ ജീപ്പ് ഞാൻ എടുക്കുകയാണ് എന്ന് വളരെ അഹങ്കാരത്തോടെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ അവിടെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട്. എന്താ ഈ തുറച്ചു നോക്കുന്നത് എന്ന് പറഞ്ഞ് പ്രശ്നത്തിന് പോകുമ്പോൾ അപ്പോൾ ആ കണക്കപ്പിള്ള തടുത്തു നിർത്തിയിട്ട് ഇയാൾ നിനക്ക് ബോഡി ഗാർഡായി നിൽക്കാനാണ് വന്നിരിക്കുന്നത്, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഓ ബോഡി ഗാർഡാണോ, അപ്പൊ യൂണിഫോം കൊടുക്ക്, യൂണിഫോം ഇല്ലാതെ നിന്നാൽ ഞാൻ ആരും ആണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മുടെ ഹീറോയെ യൂണിഫോം ഇടിയിപ്പിക്കുന്നു. മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോയുടെ മകൾ ശ്യാമളയെ കാണിക്കുകയാണ്. അവർ തന്റെ കോളേജിലുള്ള ഒരു സീനിയർ പയ്യന്റെ അടുത്ത് വന്ന് വളരെ കൊഞ്ചി സംസാരിക്കുന്നുണ്ട്. എടാ, ഇന്നലെ എൻ്റെ ഫോണിലേക്ക് രാത്രി മോശമായ ഒരുപാട് വീഡിയോസ് ഒക്കെ അയച്ചില്ലേ, സത്യത്തിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, ആ വീഡിയോ ഒന്നും എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല, നീ നിന്റെ ഫോണിൽ കാണിച്ചതാ, നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് ചോദിക്കുമ്പോൾ അവനും ആ സ്ഥലത്ത് നാണിച്ച് ചിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ആ പെൺകുട്ടി ആ സീനിയർ പയ്യന്റെ മുഖത്തടിക്കുന്നു. അത് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ച് വീഡിയോ എടുപ്പിക്കുന്നു. ഈ സീനിയർ പയ്യൻ രാത്രി എനിക്ക് മോശമായ വീഡിയോ അയച്ചു തന്ന് എന്നെ അപമാനിച്ചിട്ടുണ്ട്, ഇവനെ പോലെയുള്ള ആളുകളെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ വീഡിയോയിൽ വീണ്ടും ആ സീനിയർ പയ്യനെ അടിച്ച് ആ വീഡിയോയും എടുത്തു വെച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ്. ഇതിൽ ആ സീനിയർ പയ്യന് ഭയങ്കര ദേഷ്യം വരുന്നു. അങ്ങനെ വളരെ ധൈര്യശാലിയാണ് നമ്മുടെ ഹീറോയുടെ മകൾ ശ്യാമള. ഇവിടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ഒരു ബോഡി ഗാർഡായി മാറി ഈ പ്രിൻസ് പയ്യന് വേണ്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിന്റെ ശല്യം വണ്ടിയിൽ സഹിക്കാൻ പറ്റുന്നില്ല. വേണമെന്ന് വെച്ച് ഹീറോയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വണ്ടി ഇത്ര പതുക്കെയാണ് ഓടിക്കുന്നത്, വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങ് എന്ന് പറഞ്ഞ് അവിടെ വണ്ടി അവൻ ഓടിച്ച് കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡാഷ്ബോർഡിൽ അടക്കയുണ്ട്, അത് വെച്ച് വെറ്റിലം അടക്കി എന്റെ വയൽ വെച്ചതാ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊന്നും ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രിൻസും കണക്കപ്പിള്ളയും എല്ലാവരും കൂടി ജയിലിലുള്ള ഈ ബബ്ലി ദീദി എന്ന് പറയുന്ന ഒരു ലേഡിയെ കാണാൻ വരുന്നത്. ഈ ബബ്ലിയാണ് ഈ പ്രിൻസിന്റെ ചേച്ചി. സ്വന്തം ചേച്ചിയല്ല, പ്രിൻസിന്റെ അച്ഛന് 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യയിൽ ജനിച്ചവരാണ് ഈ ബബ്ലി, രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ചവനാണ് ഈ പ്രിൻസ്. ഇവർ ജയിലിലാണെങ്കിലും ഇവർ വെക്കുന്നതാണ് നിയമം. കണക്കപ്പിള്ള പുഴയിലെ മണലെടുക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പയ്യൻ മരിച്ചു. അവരുടെ അമ്മ പ്രശ്നമുണ്ടാക്കി, അവരുടെ ചേട്ടനും പ്രശ്നമുണ്ടാക്കി. എന്നാൽ നിങ്ങളുടെ അനിയൻ ആവശ്യമില്ലാതെ തോക്കെടുത്ത് പ്രശ്നമുണ്ടാക്കി ആ ചേട്ടനെ കൊന്നുകളഞ്ഞു. ഇത് കൂടുതൽ വലിയ കലാപമായി മാറി എന്നൊക്കെ പറയുമ്പോൾ ദീദിക്കും ഭയങ്കര ദേഷ്യം വരുന്നു. എടാ, ഞങ്ങളുടെ അച്ഛന്റെ വെപ്പാട്ടിക്ക് ജനിച്ചവനെ,
നീ എന്താടാ ഓവറായി തള്ളിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ജയിലിൽ നിന്നും സേഫായി പുറത്തു വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് വായ അടച്ചു വെച്ച് നിന്റെ പണി നോക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ ആ കണക്കപ്പിള്ളിയോടും ആ നാട്ടുകാരി ലേഡിയെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഞാൻ റിലീസ് ആകുന്നത് വരെ അവരെ ജീവനോടെ വെച്ചേക്കണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനിയനെയും അപമാനിച്ച് പുറത്തേക്ക് വിടുന്നു. ഇതിൽ നമ്മുടെ പ്രിൻസിന്റെ ഭയങ്കര ദേഷ്യം വരുന്നു. ഇവിടെ ശ്യാമള ഉണ്ടല്ലോ, അവരും തന്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ഹീറോയും എങ്ങനെയെങ്കിലും തന്റെ മകളെ ഇംപ്രസ് ചെയ്ത് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുത്തണം എന്ന് കരുതി രാവിലെ മകൾക്ക് പാല് കൊടുക്കുന്നതും നമ്മുടെ ഹീറോയുടെ ഭാര്യ ഒരുപാട് അച്ചാർ ഭരണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അച്ചാർ കൂട്ടി ചോറ് പൊതിഞ്ഞു കൊടുക്കുന്നതൊക്കെയായി അവളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ എന്ത് ചെയ്തിട്ടും അച്ഛനെ ശ്യാമളയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ഹീറോ വീണ്ടും ബാങ്കിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം കാറും ബാങ്കിന്റെ സൈഡിലായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഈ പ്രിൻസിന്റെ ഒരു ഗുണ്ട വരുന്നുണ്ട്. അയ്യോ ബോഡി ഗാർഡ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സത്യത്തിൽ പ്രിൻസ് എപ്പോഴും ഈ തെരുവിലാണ് മുടി വെട്ടാൻ വരുന്നത്. നീ കാറ് നിർത്തിയിരിക്കുന്ന ഈ സ്ഥലത്താണ് പ്രിൻസ് പാർക്കിംഗ് ചെയ്യുന്നത്, അതുകൊണ്ട് നിന്റെ കാർ എടുത്ത് മാറ്റി നിർത്തിക്കോ എന്ന് പറയുന്നു. എന്നാൽ ഹീറോ ആ വാക്ക് കേൾക്കുന്നതേ ഇല്ല. ഇപ്പോൾ പ്രിൻസ് തന്നെ ആ സ്ഥലത്തേക്ക് വന്ന്, എടോ എന്റെ ആള് പറഞ്ഞില്ലേ കാറ് മുന്നോട്ട് കൊണ്ടുപോയി നിർത്ത്, എന്താ എനിക്ക് മര്യാദ തരുന്നില്ല നീ എന്ന് വളരെ മോശമായി സംസാരിക്കുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു. ഒന്നുമേ മിണ്ടാതെ സൈലന്റ് ആയി പോവാണ്. യോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈലന്റ് ആയി പോവാണോ? എന്റെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്നൊക്കെ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ഫയലെല്ലാം പിടിച്ചു വാങ്ങി, എന്താടാ നിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലുള്ള കാശ് എടുക്കാൻ പോവാണോ? ഭാര്യ നിന്റേത് തന്നെയല്ലേ അതോ അല്ലേ എന്ന് ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഹീറോ ബാങ്കിലേക്ക് പോവാണ്. ഇപ്പോൾ ബാങ്കിൽ വന്ന അദ്ദേഹം ആ ഫോമിൽ ഭാര്യയുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ആ ബാങ്ക് മാനേജർ അറിയാതെ ചായ ആ ഫോമിന്റെ മുകളിൽ വീഴ്ത്തുന്നു. അയ്യോ ഇത് പോയോ, നാളെ വീണ്ടും ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് വാ എന്നൊക്കെ പറയുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം കൂടുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ വലിച്ച് താഴെ ഇട്ടിട്ട് ആ മാനേജറെ തല്ലണമെന്ന് തോന്നുന്നു. എന്നാൽ അത് സഹിച്ചുകൊണ്ട് പുറത്ത് റോഡിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻസ് അവന്റെ ഗുണ്ടകളുമായി ചേർന്ന് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഞാൻ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നീ എങ്ങനെ പാർക്ക് ചെയ്യും, എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്ന് പറഞ്ഞ് ഹീറോയുടെ വണ്ടി, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ വാങ്ങിക്കൊടുത്ത ആ ജീപ്പിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ ഹീറോയുടെ സീറ്റ് ഉണ്ടല്ലോ അതിൽ മൂത്രം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ അടുത്ത് നിന്ന് ഇത് കണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന പ്രിൻസിന്റെ ആളെയിട്ട് പൊതിരെ തല്ലുന്നു. ഇത് കേട്ടറിയുന്ന പ്രിൻസും മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ അതേ കോലത്തിൽ വന്ന് എന്റെ ആളുടെ മേൽ കൈവെക്കുന്നോ എന്ന് പറഞ്ഞ് ഹീറോയെ അടിക്കാൻ വരുന്നു. ആരാണ് എന്താണെന്നൊന്നും നോക്കാതെ പ്രിൻസിനായിട്ട് നമ്മുടെ ഹീറോ തല്ലി ചതയ്ക്കുന്നു. അവിടെ റോഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിൻസിനെ അടിച്ച് അവന്റെ ഷർട്ട് കഴുത്തിൽ വെച്ച് ഇപ്പോൾ അവിടെ ഒരു സോപ്പ് വെള്ളം കൊടുത്ത് ഈ പ്രിൻസിന്റെ കൈ കൊണ്ട് തന്നെ ആ കാറ് കഴിപ്പിക്കുന്നു. ഇതിൽ പ്രിൻസിന് നമ്മുടെ ഹീറോയുടെ മേൽ ഭയങ്കരമായി ദേഷ്യം വരുന്നു. എങ്ങനെയെങ്കിലും ഇതിന് പ്രതികാരം ചെയ്തേ തീരൂ എന്നവൻ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ഹീറോയുടെ മകളുണ്ടല്ലോ, അവൾ കോളേജിലായിരിക്കുമ്പോൾ ആ സീനിയർ പയ്യൻ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് ഹീറോയുടെ മകളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അവളും അതൊരു ആസിഡ് ആണെന്ന് കരുതി കുറച്ച് ഭയന്നു പോകുന്നുണ്ട്. എന്നാൽ അത് വെറും വെള്ളമാണ്. എന്നെ നോക്കിക്കോ, അടുത്ത തവണ ഇത് വെള്ളമായിരിക്കില്ല. നീ ഒരു വീഡിയോ എടുത്തല്ലോ, ആ വീഡിയോ മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും നീ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഈ പ്രിൻസ് ഒരു തോക്ക് വെച്ചിരുന്നില്ലേ, ആ തോക്ക് അവൻ അറിയാതെ ഹീറോയുടെ വണ്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തോക്ക് ഹീറോ എടുത്തു വെക്കുന്നു. ഹീറോ വീട്ടിൽ വന്നതും അവന്റെ ഫ്രണ്ട് പ്രഭാകരൻ വന്നിട്ട്, ഞാൻ നിന്നോട് എത്ര പറഞ്ഞതാണ് ദേഷ്യം അടക്കാൻ, ആവശ്യമില്ലാതെ ആ പ്രിൻസ് പയ്യന്റെ മേലെ എന്തിനാടാ കൈവച്ചത്, അവൻ വളരെ ഡേഞ്ചറസ് ആണടാ, പാർക്കിംഗ് മാറ്റി നിർത്താൻ പറഞ്ഞാൽ മാറ്റി നിർത്തണ്ടേ എന്ന് ഭയങ്കരമായി ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനൊന്നും അവനെ അടിച്ചില്ലടാ, ആ വണ്ടിയെ എൻ്റെ ഭാര്യയെ പോലെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ഭാര്യ എനിക്ക് അവസാനമായി വാങ്ങിച്ചു തന്ന വണ്ടിയാണ്. ആ വണ്ടി അടിച്ചു പൊട്ടിച്ച് അതിൽ മൂത്രം ഒഴിച്ചു വെച്ചാൽ ദേഷ്യം വരുമോ ഇല്ലയോ, അതുകൊണ്ടാണ് അടിച്ചത് എന്ന് ഹീറോ ഇമോഷണലായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഹീറോ തൻ്റെ ഭാര്യയെ ഓർക്കുന്നത്. അദ്ദേഹം ആർമിയിലായിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കും, എന്താ നിങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് 15 വർഷത്തിന് മുകളിലായി, എപ്പോഴാ വരിക, നിങ്ങൾക്കായി ഞാൻ വല്ലാതെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. തിരിച്ച് ഒരൊറ്റ ലവ് യു മാത്രം പറയും എന്ന് വളരെ സ്നേഹത്തോടെ ചോദിക്കും. എന്നാൽ കൂടെ ആളുകളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എപ്പോൾ ഭർത്താവ് തിരിച്ചു വരുന്നോ അപ്പോൾ പുതുതായി ഒരു ജീവിതം തുടങ്ങണം എന്നവൾ കൊതിച്ചിരുന്നു. എന്നാൽ അതിനുള്ളിൽ അവൾക്കൊരു അപകടം സംഭവിച്ച് അവൾ മരിച്ചുപോയി. ഇത് ഇപ്പോൾ ഹീറോയും ഓർത്ത് നോക്കിയിട്ട് തൻ്റെ ഭാര്യയെ ഓർത്ത് ഇപ്പോൾ ലവ് യു പറഞ്ഞ് കരയാണ്. പ്രിൻസ് ഉണ്ടല്ലോ, അവന് കിട്ടിയ അപമാനം മറക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഹീറോയോട് പകരം വീട്ടിയേ തീരൂ എന്നവൻ ചിന്തിക്കുന്നു. ഹീറോയ്ക്കും ഈ പ്രിൻസിനെ അടിച്ചിട്ട് വീട്ടിൽ വന്ന് സമാധാനമായി മകളോടൊപ്പം ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ഭയം അദ്ദേഹത്തിനുള്ളിൽ വരികയാണ്. ഇപ്പോൾ രാത്രി ഹീറോയുടെ വീടിന് പുറത്ത് ഏതോ ബൈക്ക് വേഗത്തിൽ പോയി വരുന്ന സൗണ്ട് കേട്ട് ഹീറോയും ഒരു കത്തിയെടുത്ത് പുറത്തു വന്ന് പ്രിൻസ് ആണെന്ന് വിചാരിക്കുമ്പോൾ അത് മറ്റൊരു പയ്യനാണ്. അതാരാണെന്ന് വെച്ചാൽ ഈ മകള് ശ്യാമള വീഡിയോ എടുത്തു വെച്ച ആ സീനിയർ പയ്യനാണ്. അപ്പോഴാണ് മകൾക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് ഹീറോ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വാതിൽ കുറ്റിയിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഹീറോ കാവൽ നിൽക്കാണ്. അടുത്ത ദിവസം രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഹീറോയുടെ മകളുടെ മുഖത്തേക്ക് ഒരു കണ്ണാടി കുപ്പി വന്ന് വീഴുന്നു. അതെറിഞ്ഞത് ആരാണെന്ന് വെച്ചാൽ ഈ പ്രിൻസ് എന്ന പയ്യനാണ്.
വേണമെന്ന് വെച്ച് രാവിലെ തന്നെ നമ്മുടെ ഹീറോയെ ദ്രോഹിക്കാൻ അവൻ വരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്കും ആവശ്യമില്ലാതെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് തോന്നുന്നത്. ഇവിടെ ഹീറോയുടെ മകൾ ശ്യാമളയും വെറുതെ ഇരിക്കാതെ നേരെ അവളോട് പ്രശ്നം ഉണ്ടാക്കിയ ആ സീനിയർ പയ്യന്റെ വീട്ടിൽ വരികയാണ്. അങ്ങനെ ആ പയ്യന്റെ അമ്മയോടും നിങ്ങളുടെ മകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാമോ, അതൊക്കെ അറിയണമെങ്കിൽ ഇനിയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേ, നിങ്ങളുടെ മകൻ ചെയ്ത ഒരു വീഡിയോ തന്നെ ഞാൻ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ കാണുന്ന ആ സീനിയർ പയ്യനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ഹീറോ ഈ പ്രിൻസിനെ മാർക്കറ്റിൽ വെച്ച് അടിച്ചില്ലേ, ആ വീഡിയോ പ്രിൻസിന്റെ ചേച്ചി ബബ്ലി ദീദിക്ക് കിട്ടുകയാണ്. അവരും അത് കാണുന്നുണ്ട്. വായ അടച്ചു വെച്ച് കുറച്ച് നാൾ അടങ്ങിയിരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അടി വാങ്ങിയിട്ട് വരുന്നത്, നിനക്ക് നാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനിയന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ആ കണക്കപ്പിള്ളിയോടും എൻ്റെ അനിയനെ അടിച്ചവൻ ആരാണ്, അവൻ എനിക്ക് കാണണം, വീഡിയോ കോളിൽ വിളിച്ച് എനിക്ക് അവനെ കാണിക്കേ എന്നവർ പറയാണ്. അനിയനോട് തോക്ക് എവിടെ എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രിൻസ് തോക്ക് നഷ്ടപ്പെട്ട കാര്യം പറയുന്നത്. അത് തീർച്ചയായിട്ടും ആ മിലിറ്ററിക്കാരന്റെ കയ്യിൽ തന്നെ കാണും എന്നവൻ പറയുന്നു. ബബ്ലി ദീദിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ തോക്ക് എങ്ങനെയുള്ള തോക്കാണെന്ന് അറിയാമോ, നമ്മുടെ അച്ഛൻ്റെ വീട്ടിലുള്ള നമ്മുടെ സ്വർണ്ണമൊക്കെ ഉരുക്കി അതിലുണ്ടാക്കിയ തോക്കാണ്. അതിൻ്റെ വാല്യൂ അറിയാതെ ഇങ്ങനെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നിരിക്കുകയാണോ, മര്യാദയ്ക്ക് ആ തോക്ക് വാങ്ങിക്കൊണ്ട് വാ എന്നവിടെ പറയുന്നു. കണക്കപ്പിള്ളയും ഇപ്പോൾ ബബ്ലി ദീദിയോടൊപ്പം ചേർന്ന് ഈ പ്രിൻസിനെ വഴക്ക് പറയുമ്പോൾ ചേച്ചിക്ക് എന്നെ വഴക്ക് പറയാം, നീ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് പാല് താഴെ ഒഴിച്ചിട്ട് ആ കണക്കപ്പിള്ളിയെ കൊണ്ട് ഒരു വേലക്കാരനെ പോലെ അത് തുടയ്ക്കാൻ പറയുന്നു. ആ കണക്കപ്പിള്ളിക്കും കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയ്ക്ക് ഈ പ്രശ്നം തീർക്കണമെന്ന് തോന്നുകയാണ്. ഈ പ്രിൻസിനെ കണ്ടും അവന്റെ ചേച്ചി ബബ്ലി ദീദിയെ കണ്ടും സോറി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മാർക്കറ്റിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാറ് ഈ പ്രിൻസ് അവന്റെ ഗുണ്ടകളെയും കൂട്ടി വന്ന് വളയുന്നു. വേണമെന്ന് വെച്ച് ഹീറോയുടെ കാർ അടിച്ച് തകർത്തിട്ട് പോവാണ്. വീണ്ടും ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. ഈ സംഭവം ചെയ്ത പ്രിൻസിന്റെ ഗുണ്ടകളെ നമ്മുടെ ഹീറോ അടിച്ച് തകർക്കുന്നുണ്ട്. ആ വഴിയിൽ കൂടി ബാങ്ക് മാനേജർ വരികയാണ്. അയാളുടെ ബൈക്കിന്റെ താക്കോലും വാങ്ങി നാളെ വന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയിട്ട് പോകുന്നു. ഇവിടെ ഹീറോയുടെ മകൾ തന്റെ കോളേജിൽ വെച്ച് ആ സീനിയർ പയ്യനെ ഒരു വീഡിയോ എടുത്തിരുന്നല്ലോ, അത് പ്രിൻസിപ്പളിനെ കാണിച്ച് ആ സീനിയർ പയ്യനെ ടി.സി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ ആ സീനിയർ പിള്ളേരുടെ അടുത്തു നിന്നും അവരുടെ അച്ഛൻ്റെ അടുത്തു നിന്നും കാശൊക്കെ വാങ്ങിച്ചതുകൊണ്ട് ആ പയ്യനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. ഇതിൽ ശ്യാമളയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തോടെ ആ കോളേജിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടും എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പോരാടി ആ പയ്യന് ടി.സി വാങ്ങിക്കൊടുക്കാം, അവന്റെ മേൽ ആക്ഷൻ എടുപ്പിക്കാം എന്ന് പറഞ്ഞ് ശ്യാമളയെ സമാധാനിപ്പിക്കാൻ അവളുടെ കൈ പിടിക്കുന്നു. ഇത് ദൂരെ നിന്നും ശ്യാമളയുടെ അച്ഛൻ, അതായത് നമ്മുടെ ഹീറോ കാണുന്നു. ഓ, ഈ പയ്യനാണോ നമ്മുടെ മകളോട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കരുതി ആ പയ്യനെ തെറ്റിദ്ധരിച്ച് അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഭയങ്കരമായി തല്ലുന്നു. അവന്റെ മുഖമൊക്കെ ഇടിച്ചു തകർത്ത് അവനെ ഒരു ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ഇദ്ദേഹം പോകുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഈ വിവരം നമ്മുടെ ശ്യാമള അറിയാണ്. എന്ത്, എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ അച്ഛൻ അടിച്ചോ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ആദ്യമേ അവൾക്ക് അവളുടെ അച്ഛനെ തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ കൂടുതൽ ദേഷ്യപ്പെട്ട് നേരെ വന്ന് സ്വന്തം അച്ഛനെ ഭയങ്കരമായി വഴക്ക് പറയുന്നു. അവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പോലും അറിയാതെയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അമ്മയും ഞങ്ങളെ വിട്ടുപോയത്, അമ്മ സീരിയസ് ആയിരിക്കുമ്പോൾ നിങ്ങളെ ഫോൺ വിളിച്ചു, എന്നാൽ ആ ഫോൺ പോലും എടുക്കാതെ നിങ്ങൾ ആർമിയിലായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും ഇങ്ങനെ അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അച്ഛനെ അല്ല, ഇതിനുശേഷം എന്നോട് മിണ്ടാൻ പോലും വരരുത് എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നു. ഹീറോയ്ക്കും അവിടെ തൻ്റെ തെറ്റ് മനസ്സിലാവുന്നു. തിടുക്കം കാണിച്ചോ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ജയിലിലായിരിക്കുന്ന ആ സമയത്ത് ഈ പ്രിൻസ് ഉണ്ടല്ലോ, അവൻ ഗുണ്ടകളുമായി വന്ന് ഹീറോയുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും അടിച്ചു പൊട്ടിച്ച് അവൻ്റെ തോക്ക് തിരയുന്നു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും ആ തോക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഹീറോ തല്ലിയ ആ മകളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും കേസൊന്നും വേണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാതെ വിടുന്നു. ഇപ്പോൾ ഹീറോയ്ക്കും സ്റ്റേഷനിൽ FIR ഒന്നും ഇടാതെ റിലീസായി വരുന്നുണ്ട്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ തൻ്റെ വീട് തന്നെ അവിടെ ആകെ തകർന്നു കിടക്കുന്നത് കണ്ട് അദ്ദേഹം വിഷമിക്കുന്നു. പ്രിൻസ് ആണ് ഇതെല്ലാം ചെയ്തതെന്ന് ഹീറോയ്ക്കും മനസ്സിലാവുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് നമ്മുടെ മകളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനോട് അറിയാതെയാണ് നിന്നെ അടിച്ചത്, എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞ് സോറി ചോദിക്കുമ്പോൾ അവനും സാരമില്ല അങ്കിൾ, എപ്പോഴും ശ്യാമള പറയും എൻ്റെ അച്ഛൻ കോപക്കാരനാണെന്ന്, അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ് അവനും ആ സമയത്ത് ഒരു തമാശ പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളും പുറത്തേക്ക് പോകുന്നു. ഞാൻ എൻ്റെ കോളേജ് മേറ്റ്സിൻ്റെ കൂടെ ഒരു ട്രിപ്പിന് പോവാണ്. ആ ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഹോസ്റ്റലിൽ തന്നെ നിൽക്കാൻ പോവാണ്, നിങ്ങളുടെ കൂടെ ഇതിന് ശേഷം ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അച്ഛനെ മോശമായി സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഹീറോയ്ക്ക് ഒരു കാര്യം മാത്രമാണ് മൈൻഡിലുള്ളത്, മകൾ വീട്ടിലേക്ക് വരുന്നതിനുള്ളിൽ ഇവിടെ നടക്കുന്ന പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ നേരെ ഈ പ്രിൻസിനെ കാണുന്നു. നടന്ന കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം, ഞാൻ മാപ്പ് ചോദിക്കുന്നു, പ്രശ്നമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പ്രിൻസും അവൻ്റെ ചേച്ചി ദീദിക്ക് ഫോൺ ചെയ്ത് കൊടുത്ത് ആ വീഡിയോ കോളിൽ ഇപ്പോൾ ഹീറോയെ കാണിക്കുന്നു. ദീദിയും ഹീറോയെ കണ്ടതും ഇംപ്രസ് ആവുന്നുണ്ട്. അതും അദ്ദേഹത്തിനുള്ള മീശ കണ്ടതും, ഇതുപോലെയുള്ള മീശക്കാരെ കണ്ടാൽ തന്നെ ഞാൻ ഇംപ്രസ് ആവും, വേണമെങ്കിൽ ജയിലിലേക്ക് വാ, നിന്റെ കൂടെ ഒരു ദിവസം നിന്ന് നോക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നു. ശരി, മാപ്പ് ചോദിക്കാനല്ലേ വന്നത്, അനിയൻ എപ്പോൾ എന്തു പറയുന്നുവോ അതനുസരിച്ച് മാപ്പ് ചോദിച്ചിട്ട് പൊക്കോ എന്നവരും പറയുന്നു. ഇപ്പോൾ ആ പയ്യൻ പ്രിൻസ് ഉണ്ടല്ലോ, അവനും നാട്ടിൽ പുറത്ത് വെച്ച് എന്നെ അടിച്ചില്ലേ, അതിനായി അതേപോലെ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ അടിക്കും, നിന്റെ മുഖമൊക്കെ ഞാൻ തകർക്കും,
അതിനുശേഷം നിന്നെ ക്ഷമിച്ചു വിടാം എന്ന് ഹീറോയോട് പറയുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഇത് വീണ്ടും തന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തതുപോലെ തോന്നുന്നു. അങ്ങനെയൊന്നും എന്നെ മേൽ കൈ വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ തോക്ക് എവിടെ എന്ന് പ്രിൻസ് ചോദിക്കുന്നു. നീ തന്നെ വീട്ടിൽ വന്ന് എടുത്തു കൊണ്ടുപോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്റെ കയ്യിലും ആ തോക്കില്ല എന്ന് ഹീറോ പറയുന്നു. ഇതിൽ വീണ്ടും പ്രശ്നം തുടങ്ങുകയാണ്. വീണ്ടും പ്രിൻസ് ഹീറോയെ അടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഹീറോ തന്റെ ഫ്രണ്ട് പ്രഭാകറിന്റെ ഒപ്പമാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഹീറോയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പ്രഭാകറും രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ ആ പ്രിൻസിനെയും അവരുടെ ഗുണ്ടകളെയും പൊതിരെ തല്ലുന്നു. ഇപ്പോൾ പ്രിൻസിനെയും ആ കണക്കപ്പിള്ളയും അവന്റെ ഗുണ്ട 3 പേരെയും അവിടെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് അവരുടെ കാവലിലുണ്ടായിരുന്ന ആ നാട്ടുകാരി ലേഡി ഒരാളുണ്ടല്ലോ, അവരെ അവിടെ നിന്നും ഹീറോ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിച്ചുകൊണ്ട് തന്റെ കൂടെ തന്നെ അവിടെ നിന്നും ജീപ്പിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അവരുടെ ബാക്കിയുള്ള ഗുണ്ടകൾ വന്ന് ഇവരുടെ കെട്ടൊക്കെ അഴിച്ചുവിടുന്നു. കണക്കപ്പിള്ള നേരെ ജയിലിലുള്ള ദീദിക്ക് ഫോൺ ചെയ്യുന്നു. നിങ്ങളുടെ അനിയനെ കൊണ്ടാണ് ഇത്രയും പ്രശ്നം, സമാധാനം സംസാരിക്കാൻ വന്നവനെ വളരെ അപമാനിച്ച് ഇതുമൊക്കെ ചെയ്യിപ്പിച്ചു. അവൻ ഞങ്ങളെ കെട്ടിയിട്ടിട്ട് ഇവിടെയുള്ള ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോയി, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ദീദിയും ദേഷ്യപ്പെട്ടിട്ട് നിന്റെ ചെരുപ്പൂരി എന്റെ അനിയനെ അടിക്ക്, എന്റെ അനിയന്റെ ചെരുപ്പൂരി നീ ഒരു അടി വാങ്ങിക്കോ എന്ന് പറയുന്നു. ഇതൊക്കെ പിന്നിൽ നിന്ന് കാണുന്ന പ്രിൻസിനും ദേഷ്യം വരുന്നുണ്ട്. ഒരു കണക്കപ്പിള്ള ആയിരുന്നുകൊണ്ട് ഇങ്ങനെയാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവന്റെ ചെരുപ്പൂരി അവിടെ ആ കണക്കപ്പിള്ളയിട്ട് പൊതിരെ തല്ലുന്നു. ഇതും വീഡിയോ കോളിൽ അവന്റെ ചേച്ചിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ അനിയൻ തെറ്റ് ചെയ്താലും ചെയ്യുന്നത് അനിയനല്ലേ, അതുകൊണ്ട് അനിയനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണക്കപ്പിള്ളയും അടി വാങ്ങിയിട്ട് വളരെ ദേഷ്യത്തോടെ പ്രിൻസിനെ നോക്കുന്നു. ഇപ്പോൾ ഹീറോ തന്റെ ഫ്രണ്ടിനോടും ആ രക്ഷിക്കപ്പെട്ട ലേഡിയോടും ഒരു രഹസ്യമായ സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. എന്റെ മകൾ ശ്യാമള എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായിരുന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ സത്യത്തിൽ അപ്പോൾ ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ശത്രുരാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മെസ്സേജ് ഞാൻ കേൾക്കുന്നത്. അപ്പോഴും അതിന് റിപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ശത്രുരാജ്യവുമായുള്ള യുദ്ധം വളരെ ശക്തമായി നടന്നു. ഇന്ത്യയാണ് പ്രധാനമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് എന്റെ ഭാര്യയെ ആ സമയത്ത് എനിക്ക് നോക്കാൻ കഴിയാതെ പോയത് എന്നൊരു സത്യമോർത്ത് അയാൾ ഇപ്പോൾ പൊട്ടിക്കരയാണ്. നാളെ എന്റെ മകൾ തിരിച്ചു വരും, അവള് വന്നതും അവളോട് ഈ സത്യം പറഞ്ഞ് എന്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകളും ബസ്സിൽ വന്ന് ഇറങ്ങാണ്. അങ്ങനെ ഇറങ്ങുന്ന അദ്ദേഹത്തിന്റെ മകളെ അവിടെ ഒരു ഗ്രൂപ്പ് വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അത് ഈ പ്രിൻസിന്റെ ഗ്രൂപ്പ് അല്ല, ആ സീനിയർ പിള്ളേരുണ്ടല്ലോ അവരുടെ ഗ്രൂപ്പാണ്. ഈ ശ്യാമളയെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് അവരൊരു സ്ഥലത്തേക്ക് ശ്യാമളയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഹീറോയും വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ ജീപ്പിൽ ഈ സംഘത്തെ ഫോളോ ചെയ്ത് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഈ പ്രിൻസിന്റെ ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മുടെ ഹീറോയുടെ കാർ ഇടിച്ച് അവിടെ നിന്നും ഹീറോയെ അവർ ഒരു വശത്തേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഹീറോയെ ഒരു സ്ഥലത്ത് അവരെ കെട്ടിയിട്ട് അടിക്കുന്നു. മറ്റൊരു വശത്ത് ശ്യാമളയെ ഈ സീനിയർ പിള്ളേരും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് ഇവിടെ വെച്ച് ഈ പെണ്ണിനെ നശിപ്പിച്ചിട്ട് അതൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാം എന്നൊരു പ്ലാനും ചെയ്യുന്നു. ശ്യാമളയ്ക്കും അവിടെ എന്ത് ചെയ്യണം എന്നൊന്നും മനസ്സിലാവുന്നില്ല, കരയാണ്. അങ്ങനെ അവളുടെ കെട്ടൊക്കെ അഴിച്ച് ആ പിള്ളേരോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നു. എങ്കിലും ആ പിള്ളേർ വിടാതെ പിന്തുടരുമ്പോൾ ഇപ്പോൾ എങ്ങനെയോ ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് അവർ വന്ന വണ്ടിയിൽ അവളുടെ ബാഗുണ്ട്. ആ ബാഗിലിരിക്കുന്ന ഒരു തോക്ക് ശ്യാമള എടുക്കുന്നു. അതെ, അവളുടെ അച്ഛൻ ഈ പ്രിൻസിന്റെ തോക്ക് എടുത്തു വെച്ചിരുന്നില്ലേ, അത് ഈ ശ്യാമളയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആ തോക്ക് കാണിച്ച് ആ സീനിയർ പിള്ളേരെയും അണ്ടർവെയറോടെ ആ സ്ഥലത്ത് നിന്നും ഓടിച്ചിട്ട് ഇപ്പോൾ ശ്യാമള അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോഴാണ് ശ്യാമള തന്റെ അച്ഛനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻസ് ഫോൺ എടുത്തിട്ട് നിന്റെ അച്ഛൻ ഇവിടെയാണുള്ളത്, അയാളെ ജീവനോടെ വേണമെങ്കിൽ നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പോൾ ശ്യാമളയും അച്ഛനുള്ള സ്ഥലത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണക്കപ്പിള്ളയും ജയിലിൽ വന്ന് ഈ ദീദിയെ കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദീദി അവിടെ കണക്കപ്പിള്ളയുടെ മേൽ ദേഷ്യപ്പെടുകയാണ്. കണക്കപ്പിള്ളയെ അടിക്കാൻ വരുമ്പോൾ അപ്പോൾ കണക്കപ്പിള്ള, ഏയ് ദീദി എന്തിനാ എന്നെ അടിക്കാൻ വരുന്നത്, ഞാൻ നിന്റെ കൂടെ ചേരുന്നതിന് മുമ്പ് ഒരു റൗഡിയായിരുന്നു, ആ റൗഡി പണിയൊന്നും ഞാൻ മറന്നിട്ടില്ല, വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, എന്നോട് ചൂടായാൽ എന്ന് പറഞ്ഞ് അവിടെ ഭീഷണിപ്പെടുത്തിയിട്ട് കണക്കപ്പിള്ള ആ ജയിലിൽ തന്റെ അനിയത്തിയെയാണ് ഈ ദീദിയെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തന്റെ അനിയത്തിയോടും ഇവരെ ശ്രദ്ധിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ പ്രഭാകർ, അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ആ ലേഡി ഉള്ളത്. അദ്ദേഹത്തിനും ഇപ്പൊ ഫോൺ ചെയ്തിട്ട് ഫ്രണ്ടിനെ ജീവനോടെ വേണമെങ്കിൽ ആ ലേഡിയെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് വാ എന്നിപ്പോ വില്ലൻ പ്രിൻസും വിളിക്കുന്നു. എന്നാൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലത്തേക്കും നമ്മുടെ ഹീറോയെയും അദ്ദേഹത്തിന്റെ മകളെയും ഈ വില്ലൻ പ്രിൻസ് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് നടുവിലായി കെട്ടിയിടുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ സ്ഥലത്തേക്ക് ഈ പ്രഭാകരും ആ ലേഡിയെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ആ ലേഡിയെ നിങ്ങളുടെ കൺമുന്നിലിട്ട് തന്നെ ഒരു കുഴിയിലിട്ട് മൂടാം, അതിനുശേഷം ആ കുഴിയിൽ ഇവർ 3 പേരെയും ഇറക്കാം എന്ന് ഈ പ്രിൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ തന്റെ ഫ്രണ്ടിനോട് ഇതുവരെ അവർ വന്നില്ലേ എന്ന് ചോദിക്കുന്നത്. വരുന്ന വഴിയിൽ പഞ്ചറായി പോയി, ഒരു 10 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറയുമ്പോൾ ആ 10 മിനിറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന് ഹീറോയോട് പറയുന്നു. ഇപ്പോൾ ഹീറോ ആ സ്ഥലത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പ്രിൻസും ദേഷ്യപ്പെട്ട് ഹീറോയുമായി വഴക്കിന് വരുന്നു. ഹീറോയിട്ട് കുതിര തല്ലാണ്. ആ കലഹത്തിൽ ഹീറോയുടെ ഫ്രണ്ട് ആ പ്രഭാകർ വെടിയേറ്റ് മരിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ഇപ്പോൾ ഹീറോയെയും അദ്ദേഹത്തിന്റെ മകളെയും ആ പ്രിൻസ് കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുമ്പോൾ അപ്പോൾ ആ സ്ഥലത്തേക്ക് നാനാ പടേക്കർ വരികയാണ്.
ആര്? നമ്മുടെ ഹീറോയുടെ കൂടെ ആർമിയിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരാൾ. അദ്ദേഹത്തെ പോലെ തന്നെ അവിടെ ആർമിയിൽ ജോലി ചെയ്ത ഒരു 30-40 പേര് വരുന്നു. അവരെല്ലാവരും ഓരോ മലയിൽ നിന്നും ഇപ്പോൾ വില്ലന്റെ ഗ്യാങ്ങിനെ വളയാണ്. എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ലക്ഷ്യം വെക്കുമ്പോൾ അപ്പോൾ പ്രിൻസും കൈയോടെ പിടിക്കപ്പെടുന്നു. മറ്റൊരു വശത്ത് പ്രിൻസിന്റെ ചേച്ചി ദീദി ഉണ്ടല്ലോ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജയിലിൽ വെച്ച് വിഷം കലർത്തി ഈ കണക്കപ്പിള്ളയുടെ അനിയത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദീദിയുടെ സ്ഥലത്തേക്ക് കണക്കപ്പിള്ള വരുന്നതായും ഇപ്പോൾ കണക്കപ്പിള്ളയും പ്രിൻസിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പ്രിൻസും കണക്കപ്പിള്ളയോട് എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറയുമ്പോൾ, രക്ഷിക്കാനോ? അവിടെ എൻ്റെ ആളുകളാണുള്ളത്, അവരോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ, നിന്റെ കഥ കഴിയാറായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണക്കപ്പിള്ള അവരുടേതായ ആളുകളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുന്നു. അതെ, കണക്കപ്പിള്ള ഇപ്പോൾ ഹീറോയുടെ ടീമിൽ ചേർന്നു. ഇപ്പോൾ എല്ലാവരും പ്രിൻസിനെതിരായി മാറുകയാണ്. അങ്ങനെ പ്രിൻസിനെ അവിടെ വിട്ടിട്ട് അവരുടെ ഗുണ്ടകളെല്ലാം പോകുന്നതായും അവസാനം നമ്മുടെ ഹീറോ ആ നാട്ടുകാരി അമ്മയുടെ കയ്യിൽ തന്നെ പ്രിൻസിനെ ഏൽപ്പിക്കുകയാണ്. ആ അമ്മ പ്രിൻസിനായിട്ട് പൊതിരെ തല്ലി അവിടെ മണ്ണിൽ കുഴിച്ചിടുന്നു. ഈ അമ്മയുടെ അനിയനായ കൃഷ്ണയെ എങ്ങനെ ഈ പ്രിൻസ് കൊന്നോ അതേ രീതിയിൽ ഈ പ്രിൻസിനെയും കൊല്ലുന്നതായും ഇപ്പോൾ നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ മകളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയിട്ട് വളരെ സമാധാനത്തോടെ ഒരു ജീവിതം ജീവിക്കുന്നതായും കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.